താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതം നാളെയോടെ പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 80 അടി മുകളിൽ നിന്നാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഈ സാഹചര്യത്തിൽ ഭാരം കയറ്റിയ വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടുന്നത് സുരക്ഷിതമാകില്ലെന്നും മന്ത്രി പറഞ്ഞു. താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗത്തിനു ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഇന്ന് വൈകിട്ട് 7 മണിയോടെ റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ നടന്ന അടിയന്തര യോഗത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി. കോഴിക്കോട്, വയനാട് ജില്ലാ കളക്ടർമാരും വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിൽ അതീവ ഗൗരവമാണെന്ന് മന്ത്രി പറഞ്ഞു. 80 അടി മുകളിൽ നിന്ന് ബ്ലോക്കായിട്ടാണ് പൊട്ടലുണ്ടായിരിക്കുന്നത്. അതിനാൽ സോയിൽ പൈപ്പിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ സാഹചര്യത്തിൽ ഭാരം കയറ്റിയ വാഹനങ്ങൾ കടത്തിവിടുന്നത് സുരക്ഷിതമല്ലെന്നും റോഡിന്റെ താഴേക്ക് വിള്ളലുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. 80 അടി ഉയരത്തിലാണ് ഈ പൊട്ടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമുക്ക് മോഡറേറ്റ് ചെയ്ത ആളുകൾ വിടുന്നതിന് പുറമെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഏതാണ്ട് ട്രാഫിക് പൂർണ്ണമായ രീതിയിൽ സജ്ജമായതാണ്. പക്ഷെ ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും അവിടെ ചെറിയ ചില പ്രശ്നങ്ങൾ ആളുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഒരു വെള്ളച്ചാൽ രൂപീകരിക്കപ്പെട്ടതായി കണ്ടു. അതിനെ തുടർന്ന് കർശനമായിട്ടുള്ള നിയന്ത്രണം തുരന്തത്തിലെ ഈ വഴിയിലെ ചുരത്തിലെ യാത്രയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ട്രാഫിക് ബ്ലോക്ക് ചെയ്തത്. കുറ്റ്യാടി ചുരത്തിലെ മണ്ണൊലിപ്പിൽ ഇപ്പോൾ പ്രശ്നമില്ല. മഴ നീങ്ങിയാൽ കുറ്റ്യാടി ചുരം പൂർണ്ണമായും നാളെ മുതൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റ്യാടി ചുരത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ ലാൻഡ് സ്ലൈഡിൻ്റെ വാർത്തകൾ നമ്മൾ കൊടുത്തിരുന്നു. അതിപ്പോൾ പ്രശ്നമില്ലാതായി. അടിയന്തരമായി നാളെ തന്നെ ഇന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ PWDയുമായിട്ട് പ്രാഥമികമായിട്ടുള്ള സംസാരം നടത്തിയിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ തന്നെ മഴ ഒഴിഞ്ഞു കഴിഞ്ഞാൽ കുറ്റ്യാടി ചുരം പൂർണ്ണമായിട്ടും മോട്ടറബിൾ ആക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ ഇനി ഏതെങ്കിലും വിധത്തിലുള്ള വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതൊന്ന് തീർക്കണം എന്ന് പറഞ്ഞു. മഴ 2 മണിക്കൂർ മാറി നിന്നാൽ പൊട്ടൽ GPS വഴി കണ്ടെത്താൻ സാധിക്കും. കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കളക്ടർ നേരിട്ട് പോയിട്ടില്ല എന്നത് ഈ സമയത്ത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്നും മന്ത്രി അറിയിച്ചു. ജനം, തിരുവനന്തപുരം.